ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേരമീൻ കറിയാണ്. അപ്പം നമുക്ക് കേരമീൻ കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് വെളിച്ചെണ്ണ ഇത്തിരി അധികമായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിന്നൊക്കെ നല്ല സ്മെല്ല് വരുമല്ലോ, അതിന് ശേഷം നമുക്കൊരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, നല്ലോണം അപ്പോൾ വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച കൊടംപുളിയും, പുളിയൊക്കെ നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ളതാണ് എടുത്തേക്കണത്. ഇപ്പം ഞാൻ ഇവിടെ 2 കൊടംപുളി അത് ചെറുതാക്കി ഇങ്ങനെ ചീകിയിട്ടാണ് കുതിർത്താൻ വെച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം ഉണ്ടാവും, 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം നമ്മുടെ ചാറിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം അതിനനുസരിച്ച് ചാറും കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇപ്പം ഞാൻ തിക്ക് ഗ്രേവിയിൽ എന്നുള്ള ഇതിലാണ് എടുത്തേക്കണത്, അധികം ചാറ് ഒഴിക്കിട്ടില്ല. ഇപ്പം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തീ കുറച്ച് വെച്ച് ഉപ്പും പുളിയൊക്കെ നല്ലപോലെ ഇതാവണ വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം മീനൊക്കെ ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നേരിയ തീയിലാണ് കേട്ടോ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണത്. എന്നിട്ട് മീനിലെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം മീൻ കറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും മീൻ ഇളക്കി കൊടുക്കണം കേട്ടോ. മീനെപ്പോൾ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചട്ടി ഒരു തുണി വെച്ചിട്ട് പിടിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പാത്രമൊക്കെ പിടിക്കണ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കണത്. തുണി വെച്ചിട്ടായാലും ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചാറകൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറുക്കൊക്കെ ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. മീൻ കറി റെഡിയായി. അപ്പം മീൻ കറി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.